Good morning. Module 2 Ecosystem എന്ന് പറയുന്ന ഭാഗമാണ് നമുക്കിന്ന് രണ്ടാമത്തെ മോഡ്യൂളാണ്. ലെസൺ 6 ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തുള്ള ക്ലാസ് നമുക്കിന്ന് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എക്കോസിസ്റ്റം. സെക്കൻഡ് വൺ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. തേർഡ് വൺ കോമ്പണൻ്റ് ഓഫ് എക്കോസിസ്റ്റം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എക്സാമ്പിൾ ഓഫ് എക്കോസിസ്റ്റം. Example of ecosystem and the define ecosystem. Define ecosystem is defined as a natural function of ecological unit comparing of all living organisms and their non-living environment that interact to form a suitable self-supporting system. What is an ecosystem is defined as a natural functional ecological unit comprising of living organism and their non-living environment that interact to form a suitable self-supporting system. It's a branch of biology. It's deal relationship of organism to another and their physical surroundings. അപ്പോൾ എന്താണ് ഡിഫൈൻ എക്കോസിസ്റ്റം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ് യഥാർത്ഥത്തിൽ എക്കോളജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, ടെറിട്ടോറിയൽ എക്കോസിസ്റ്റം ഉണ്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. ഓക്കെ, ദെൻ characteristics of ecosystem. What are the characteristics of ecosystem എന്ന് ചോദിക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് അതിൻ്റെ സൈസിൽ ദ സിസ്റ്റം ക്യാൻ ഇൻ വേരിയസ് സൈസ്. The ecosystem can varying in size. It may be a few square centimeter in size like a microbian mats, or its size can be a square kilometers like a forest resource. അപ്പോൾ സൈസിനനുസരിച്ച് ഡിഫറെൻ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടറാണത്. ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഫ്ലോ ഓഫ് എനർജി ഓർ സൈക്ലിംഗ് ഇൻ കെമിക്കൽ എലമെൻറ്റ്. ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. എന്തായാലും എന്താണെന്ന് നോക്കാം. അതായത് സൂര്യനിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതാണ് ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്? വ്യത്യസ്തമായ മൃഗങ്ങളുണ്ട്. മാൻ ആയാലും മാൻ എൻജിനീയർഡ് എക്കോസിസ്റ്റം. അടുത്തത് സിമിലർലി ദ എക്കോസിസ്റ്റം ടെമ്പററി നേച്ചർ ആവാൻ ചിലപ്പം, അല്ലെങ്കിൽ പെർമനൻ്റ് നേച്ചർ ആവാം. ഓഷനും ഫോറസ്റ്റൊക്കെ പെർമനൻ്റ് നേച്ചറിന് സമാനമാണ് അല്ലേ? അതുപോലെ തന്നെ എക്കോസിസ്റ്റം ഈസ് യൂഷ്വലി ആൻ ഓപ്പൺ സിസ്റ്റം വിത്ത് എ കണ്ടിന്യൂസ് ബട്ട് വേരിയബിൾ ഇൻഫ്ലോ ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് എനർജി അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. അതിലേക്ക് ഒരു ഇൻഫ്ലോ എപ്പോഴും ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്ന സാധ്യതയുണ്ട്? ജീവികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എക്കോസിസ്റ്റം ഈസ് എനർജി ബേസ്ഡ് ആൻഡ് കേപ്പബിൾ ഓഫ് എനർജി ട്രാൻസ്ഫർ, അക്യുമുലേഷൻ ആൻഡ് സർക്കുലേഷൻ. കാണാതെ പഠിക്കേണ്ടതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം. ഇറ്റ് ക്യാൻ വേരിയിങ് ഇൻ സൈസ്. ഇറ്റ് മേ ബി എ ഫ്യൂ സെൻറ്റിമീറ്റർ or it's a flow of energy and recycle of a chemical element. It is temporary nature or permanent. The ecosystem is usually open system with a continuous but variable inflow and loss of materials and energy. It is capable of energy transformation, accumulation and circulation. അടുത്തത് ഡിഫൈൻ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം റിസൾട്ടിംഗ് ഫ്രം ഇൻ്റഗ്രേറ്റിംഗ് ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എലമെൻറ്റ്, അല്ലെങ്കിൽ ഇൻ്ററാക്റ്റിംഗ് ബിറ്റ്വീൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് എലമെൻറ്റ്സ്. ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് പോണ്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് അടുത്തത് കോമ്പണൻ്റ് ഓഫ് എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റവും ടെറിട്ടോറിയൽ എക്കോസിസ്റ്റത്തിലും അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിലും എന്തുണ്ടായിരിക്കും? ഇത്തരം കോമ്പോണൻസ് ഉണ്ടാവും. രണ്ട് തരം കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ജീവനുള്ള കോമ്പോണൻസും മറ്റൊന്ന് ജീവനില്ലാത്ത കോമ്പോണൻസും ആണ്. അബോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അബോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത കോമ്പോണൻസിനെയാണ് അബോട്ടിക്, നോൺ ലിവിങ് തിങ്സ്. അബോട്ടിക് എന്ന് പറഞ്ഞാൽ അബോട്ടിക് എലമെൻറ്റ്
environment are grouped the following three categories. എന്തൊക്കെയാണ്? Physical factors, inorganic substance and organic substance. Physical factors എന്തൊക്കെയാണ്? Sunlight, temperature, rainfall, water, humidity. They sustain and limit the growth of organs in an ecosystem. Inorganic substance, carbon dioxide, nitrogen, oxygen, sulfur, phosphorus, water, rock, soil and other minerals. Organic components, carbohydrate, proteins, human substance. They are building block of living system and therefore make a link between abiotic and biotic components. അപ്പം ജീവനില്ലാത്ത കോമ്പണൻറ്റിനെയാണ് അബോട്ടിക് കോമ്പണൻ്റ് എന്ന് പറയുന്നതിന്. ഇതിനെ മൂന്നായിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്, ഓർഗാനിക് സബ്സ്റ്റൻസ്. ആൻഡ് ദ ഡിഫൈൻ എക്കോസിസ്റ്റം. ഡിഫൈൻ എക്കോസിസ്റ്റം ഈസ് ഡിഫൈനിസംസ്. അത് തന്നെ വീണ്ടും എങ്ങനെയായിട്ട് തിരിക്കാൻ പറ്റും? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ് ആയിട്ട് തിരിക്കാനായിട്ട് പറയും. ആരെയാണ് തിരിക്കേണ്ടത്? പിന്നെ ബയോട്ടിക് ലിവിങ് കോമ്പണൻസിന്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ മാനുഫാക്ചർ ഓഫ് ഫുഡ് ഫോർ ദ എൻറ്റയർ എക്കോസിസ്റ്റം ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഗ്രീൻ പ്ലാന്റ്സിനെ വേറെ പേര് വിളിക്കാറുണ്ട്. ഗ്രീൻ പ്ലാന്റ്സ് ആർ കോൾഡ് ഓട്ടോട്രോപ്സ്. ദേ അബ്സോർബ് വാട്ടർ, ന്യൂട്രിയൻസ് ഫ്രം സോയിൽ, carbon dioxide from air and capture the solar energy from to use the making food. ഓക്കെ, ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ന്യൂട്രിയൻറ്റിനെയാണ് ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സ് ദേ ആർ കോൾഡ് ഹെട്രോട്രോപ്പസ് അല്ലെങ്കിൽ ദേ കോൾഡ് കൺസ്യൂമേഴ്സ് കൺസ്യൂം ദ ഫുഡ് സിന്തസൈസ്ഡ് ബൈ ഓട്ടോട്രോപ്പ് ഓർ കൺസ്യൂമേഴ്സ് ദാറ്റ് those whose organism which organic component or their food and energy. പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്? ഓൺലി പ്ലാന്റ്സ് മാത്രം ഭക്ഷിക്കുന്നതിന് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. മാംസം ഭക്ഷണം കഴിക്കുന്നതിന് എന്ത് ചെയ്യും? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. അതുപോലെ ടെറിഷറി കൺസ്യൂമേഴ്സും മാംസം മാത്രം കഴിക്കുന്നവരാണ് ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി കൺസ്യൂമേഴ്സ്, ദീസ് ആർ ദ ആനിമൽസ് ദാറ്റ് ഫീഡ്, FEED, ഫീഡ് ഓൺ ദ പ്രൊഡ്യൂസേഴ്സ്. Okay, what? Primary consumers that are animals that feed on producers and are called herbivores. Rabbit, deer, goat, grasshoppers. അടുത്തത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദോസ് ആനിമൽസ് ആർ ഫീഡ് ഓൺ ഹെർബിവേഴ്സ്. ദേ ആർ കോൾഡ് പ്രൈമറി കാർണിവേഴ്സ്. ഫോർ എക്സാമ്പിൾ ഫോക്സ്. അപ്പോൾ അടുത്ത ജീവിയെ, അതായത് മാംസജീവിയെ തന്നെയാണ് പ്രൈമറി സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പ്രൈമറി കൺസ്യൂമേഴ്സിന് സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്? മാംസം കഴിക്കുന്ന ജീവികളെ അല്ല അവർ കഴിക്കുന്നത് ഏത് ജീവികളെയാണ്? ഹെർബിവേഴ്സിനെയാണ് കഴിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ലാർജ് കാർണിവേഴ്സ്. നേരത്തെ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ പ്രൈമറി കാർണിവേഴ്സ് എന്ന് വിളിച്ച പോലെ ഇവർ ലാർജ് കാർണിവേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നവരാണ്. ഓക്കെ, ദീസ് ആർ ലാർജ് carnivores that feed on primary carnivores. എക്സാമ്പിൾ സ്നേക്ക്, ലയൺ പോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മൂന്നാമത് വരുന്ന ഭാഗം ഇത് നമുക്ക് എന്താണ് പറയുക, വേറൊരു ചോദ്യത്തിന് കൂടെ ആൻസറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ നമുക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി വരുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റവും ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റവും ഡെസേർട്ട് എക്കോസിസ്റ്റവും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ് ഡിഫറൻറ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ, സ്ട്രക്ചർ, ടൈപ്പ് എന്നിവ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അതിലെ ജീവികളെക്കുറിച്ച് ഇപ്പോഴേ പറയാണ്. അതായത് അതിൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ അബോട്ടിക് ആയിട്ടുള്ള ഇതായിരിക്കും ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. എന്തിനെക്കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ? പഴയ ക്വസ്റ്റ്യൻസ് ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ടേബിൾ നിർബന്ധമായിട്ടും എഴുതി വയ്ക്കേണ്ടതാണ്. കാരണം ഇത് ഒരു എസ്സേയുടെ ഫസ്റ്റ് പാർട്ടാണ്.
അതായത് എന്താണ് കോമ്പണൻ്റ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. 1 അബോട്ടിക്, സോയിൽ, അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ, റെയിൻ, സോയിൽ ആൻഡ് ദെൻ അവരുടെ ബയോട്ടിക് എലമെൻറ്റ്സ്. അതായത് ബയോട്ടിക് കോമ്പണൻസ് ഏതൊക്കെ വരിക? പ്രൊഡ്യൂസേഴ്സ് ട്രീ, പ്രൈമറി കൺസ്യൂമേഴ്സ് ഡീർ, എലഫൻറ്റ്, മങ്കി, സെക്കൻഡറി കൺസ്യൂമേഴ്സ് സ്നേക്ക്, ബേർഡ്, ലിസാർഡ്, ടെർഷറി കൺസ്യൂമേഴ്സ് ലയൺ, ടൈഗർ, ഹസാർഡ്, ഡീകമ്പോസേഴ്സ് ബാക്ടീരിയ, ഫംഗി. ഗ്രാസ് ലാൻഡിലാവുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? ഗ്രാസിലും സോയിലുണ്ടാവും, പക്ഷെ അവിടെ കൂടുതലായിട്ട് എന്തുണ്ടാവും? ഹൈഡ്രജന്, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫേറ്റ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൾഫേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ അവിടെ എന്താണ്ടാവുക? ചെറിയ ചെറിയ കുറ്റിച്ചെടികളാണ് ഉണ്ടാവുക, ഹെർബുകളും ഷർബുഷും ഉണ്ടാവുക. കൗ, ബഫലോ, ഡീർ അല്ലേ പ്രൈമറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഫ്രോഗ്, സ്നേക്സ്, ബേർഡ്. ടെർഷറി കൺസ്യൂമേഴ്സ് ഹവാസ്, ഡികമ്പോസേഴ്സ് ബാക്ടീരിയ. ഓക്കെ. ഡെസേർട്ട് ആകുമ്പോൾ എന്താ? ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഇൻറ്റൻസ് ഇലുമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അവിടെ എന്താ ഉണ്ടാവുക? ബുഷസും ഷർബുകളാണ് ഉണ്ടാവുക, ഇൻസെക്റ്റുകളാണ് ഉണ്ടാവുക, റെറ്റൈല്, കാമലൊക്കെ ഉണ്ടാവുക അല്ലേ പ്രൈമറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് സ്നേക്സ്, ചില ബേർഡുകൾ. ടെർഷറി കൺസ്യൂമേഴ്സ് ആംഗിള് അല്ലേ, ഈഗിള്, ബാക്ടീരിയ ആൻഡ് ഫംഗി. അക്വാട്ടിക് സിസ്റ്റം പഠിക്കാനുണ്ട്. അക്വാട്ടിക് സിസ്റ്റത്തെ വീണ്ടും നമ്മൾ എന്തായിട്ട് മാറ്റുന്നുണ്ടാവും? രണ്ടായിട്ട് മാറ്റുന്നുണ്ടാവും. എന്താണ്? പ്യുവർ വാട്ടറായിട്ടും അതുപോലെ തന്നെ ഓർഗാനിക് വാട്ടറായിട്ടും ഓഷ്യൻ അതായത് ഉപ്പ് കലർന്ന വെള്ളമായിട്ട്. അപ്പോൾ സാൾട്ട് ഒരു മെയിൻ കോമ്പണൻ്റാണ്. ടെമ്പറേച്ചർ, ലൈറ്റ്, വാട്ടർ ഇത്തരം കാര്യങ്ങളെല്ലാം വരും. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്. അതുപോലെ തന്നെ അവിടെയും എന്തുണ്ട്? പ്ലാങ്ക്ടോണുകളുണ്ട്. അതായത് ചെറിയ ചെറിയ സസ്യങ്ങൾ, വെള്ളത്തിൻ്റെ മുകളിലുള്ളതായിട്ടും വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്നതായിട്ട് ചെറിയ സസ്യങ്ങളുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം കിട്ടുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സ് ഭക്ഷണം ചെയ്യും. ഫിഷുകൾ. അതുപോലെ തന്നെ പിന്നെ നെയിൽസ് ഉണ്ടാവും, ബേർഡ്സ് ഉണ്ടാവും, ക്രോക്കഡൈൽ ഉണ്ടാവും, ബാക്ടീരിയ. ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസേഴ്സിന് എന്ത് റോളാണ് ഈ എക്കോസിസ്റ്റത്തിൽ വഹിക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എക്കോസിസ്റ്റത്തിൽ എന്ത് റോളാണ് പ്രൊഡ്യൂസേഴ്സ് വഹിക്കുന്നത്? ഇപ്പോൾ ഇത് ഏത് തരം എക്കോസിസ്റ്റം ആയിരിക്കും? ഇതെന്ന് പറയുന്നത് ലാൻഡ് എക്കോസിസ്റ്റമാണ് അല്ലേ. ലാൻഡ് അല്ലെങ്കിൽ ടെറിഷറി എക്കോസിസ്റ്റമാണ്. പ്രൊഡ്യൂസറിൻ്റെ എന്താണ് റോൾ എന്തെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? സെൽഫ് ന്യൂട്രിയൻ്റ് ആണ്. The organism that called autotrophs, they are also called producers. Some alga, green plant, photosynthesize bacteria, these are the producers. എന്താണ്? The producer derive energy from sunlight, use organic substance available or make organic substance, obtaining carbon dioxide from atmosphere, releasing oxygen in 90% of living minerals and earth made of producers. ഓക്കെ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് ടു പ്രൊഡ്യൂസ് എനർജി, ടു പ്രൊഡ്യൂസ് ഫുഡ് അല്ല, ടു പ്രൊഡ്യൂസ് ഫുഡ്. അടുത്ത ആളായിരിക്കും എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ റോൾ എന്താണ്? കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായും അജീവികളുടെ എണ്ണം കുറയ്ക്കുക അല്ലേ. ദേ ആർ കോൾഡ് ഹെട്രോട്രോപ്പേഴ്സ്. ദേ കൺസ്യൂം ഫുഡ് സിന്തസൈസ്ഡ് ബൈ ഓട്ടോട്രോപ്പേഴ്സ് ബേസ്ഡ് ഓൺ ദ ഫുഡ് preference. They can be grouped into 3 broad categories: herbivores, ഹെർബിവേഴ്സ്, ഒമിനിവേഴ്സ് എന്നിട്ട് പല കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, കാർണിവേഴ്സിൽ തന്നെ സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട് അല്ലേ. ഒമിനിവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ റോളാണ് നമ്മൾ കാണിച്ചുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്നു. വ്യത്യസ്ത തരം കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സിനെയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയും ടെർഷറി കൺസ്യൂമേഴ്സിനൊക്കെ വേർതിരിക്കുകയാണെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർഗാനിസം ദാറ്റ് ഫീഡ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. സെക്കൻഡറി ആകുമ്പോൾ ഓർഗാനിസം ദാറ്റ് ഫീഡ് primary consumers, animals that obtain from nutrition by eating primary consumers and secondary consumers ആണ്. ഓക്കെ. ഹെർബിവേഴ്സ് എന്ന് പറയും പ്രൈമറി കൺസ്യൂമേഴ്സിന് ഐദർ കാർണിവേഴ്സ് ആവാം ഒമിനിവേഴ്സോ ആവാം. അതാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത അല്ലേ. മറ്റത് ടെർഷറി കൺസ്യൂമേഴ്സ് എന്ത് മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ?
എന്തേ കഴിക്കുള്ളൂ? ഓക്കെ, ഒബ്റ്റെയിൻ ദ എനർജി ഫ്രം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. ഒബ്റ്റെയിൻ ദി എനർജി ഫ്രം പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. ഒബ്റ്റെയിൻ ദി എനർജി ഫ്രം പ്രൈമറി ഓർ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ടേക്ക് 10% ഓഫ് എനർജി ഫ്രം പ്രൈമറി കൺസ്യൂമേഴ്സ്, ടേക്ക് 1% ഓഫ് എനർജി ഫ്രം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ടേക്ക് 0.1 എനർജി ഫ്രം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ ഇവരെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഹാവ് എ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ബയോമാസ്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് എന്ത് വേണ്ടത്? ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവർക്കൊന്നും ഭക്ഷണം കിട്ടില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആയിരിക്കണം. അത് മൊത്തം 100 ഉണ്ട് എങ്കിൽ 70% എന്തായിരിക്കണം? പ്രൈമറി ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം അല്ലേ. അതിൻ്റെ മീഡിയം ആയിരിക്കണം എന്തെന്ന് പറയുന്നത് സെക്കൻഡറി വരുന്നത്. മറ്റവർ ലോവസ്റ്റ് ആയിരിക്കണം. അവർ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ ബാക്കിയുള്ളതിനെ തിന്ന് തീർക്കാൻ തുടങ്ങും അല്ലേ. അതുപോലെ നമ്മൾ വിട്ടുപോയൊരു ഭാഗമാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസം ഇതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളാണ്. ഡീകമ്പോസേഴ്സ് എന്നും പറയാറുണ്ട്. ഡീകമ്പോസേഴ്സ് ആർ ദോസ് ഓർഗാനിസം വിച്ച് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിസം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ദേ ട്രാൻസ്ഫർ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പോണൻസ് ബാക്ക് ഇൻ ടു സിമ്പിൾ ഓർഗാനിക് കോമ്പോണൻസ് ലൈക്ക് വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, അതർ ന്യൂട്രിയൻസ്. അതായത് എന്താ വെച്ചാൽ അതിൻ്റെ ജോലി ശരിക്കും എന്താണ്? നമ്മുടെ വലിയ ശരീരങ്ങളെ എന്ത് ചെയ്യുക? വലിയ കോമ്പൗണ്ടുകളെ, വലിയ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ബാക്ക് ഇൻ ടു സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട് ആക്കി മാറ്റുക, ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത. അത് ശവമായിട്ട് തിന്നുന്നതുണ്ട്, ശവമല്ലാതെ ഇത് ചെയ്യുന്നതും ഉണ്ട് അല്ലേ. മനുഷ്യ ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന സൂക്ഷ്മജീവികളും ഉണ്ട്. എല്ലാവരുടെയും ജോലി ശരിക്കും എന്താണ്? ദ ട്രാൻസ്ഫർ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പോണൻറ്റ് ബാക്ക് ഇൻ ടു സിമ്പിൾ ഓർഗാനിക് കോമ്പോണൻസ് ആണ്. അതിനെ തന്നെ ഡീകമ്പോസേഴ്സിനെ തന്നെ മൈക്രോ കൺസ്യൂമേഴ്സിനെ തന്നെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നതും? സാപ്ട്രോപ്പസ് എന്ന് പറയുന്നത്. SAPROTROPS, സാപ്ട്രോട്രോപ്പസ് എന്നും പറയുന്നത്. അതെന്താണ്? ഡെഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം, ജീവനുള്ള മെറ്റീരിയലിനെ തന്നെ ഡീകമ്പോസ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ദ ആനിമൽസ് ബൈ അതിൻ്റെ ശരീരത്തിൽ എന്തുണ്ടാവും? ചില എൻസൈമുകളുണ്ടാവും. ആ എൻസൈമുകളാണ് അതെന്ത് ചെയ്യുന്നത്? ഡീഗ്രേഡ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഭക്ഷണമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും പെടാത്ത ചില ജീവികളുണ്ട്. എന്താണ്? സ്കാവഞ്ചേഴ്സ് ഉണ്ട്. SCAVENGERS, സ്കാവഞ്ചേഴ്സ്. എന്താണ്? ആനിമൽ ദാറ്റ് ഫീഡ് ഓൺ പ്ലാന്റ് ആൻഡ് ഡെഡ് ആനിമൽസ് അല്ലേ. ആൻസ്, ക്രോസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ, ഇങ്ങനത്തെ ജീവികളെ, ഡോഗ്സ്, ഇവരൊക്കെ ശരിക്കും പറയുന്നത് സ്കാവഞ്ചേഴ്സ് ആണ്. ദേ ആർ പ്ലേയിങ് എ റോൾ ഇൻ കീപ്പിംഗ് എൻവോൺമെൻറ്റ് ആസ് ക്ലീൻ. ഓക്കെ, അതുപോലെ തന്നെ ഡെറ്റോറിവസ് ഉണ്ട്. ഡിറ്റോറിയസ് എന്ന് പറയും. സർട്ടൻ ആൻസ് ആൻഡ് ബീറ്റിൽസ് ആർ കൺസ്യൂം ലിറ്റർ ആൻഡ് ഡങ്, DUNG, കോൾഡ് ഡിറ്റോറിയസ്. ദാറ്റ് ഈസ് എർത്ത് വാം, വുഡ് ലൈസ്, ടെർമിറ്റേറ്റ്, അതായത് പഴുതാര അല്ലേ, അങ്ങനത്തെ ജീവികൾ. അതുപോലെ പാരസൈറ്റ്സുകളുണ്ട്. ആനിമൽ ദാറ്റ് ലീവ് ഓൺ ലിവിങ് ഇൻ എ ബോഡി ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ. ദേ ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം അതർ ഓർഗാനിസംസ് ഓൺ ഓൾ ദ ട്രോപ്പിക് ലെവൽ. അവരെന്ത് ചെയ്യില്ല? സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കില്ല, മറ്റുള്ളവരെ പാരസൈറ്റുകളാണ് അല്ലേ. പാരസൈറ്റ്സ് ആണ്. അതായത് ടോപ്പ് വോം, WORM, അമീബ. പാരസൈറ്റ് റോബ്, ROB, കട്ടെടുക്കും. റോബ് ദ ഹോസ്റ്റസ് ഓഫ് ദയർ ഫുഡ്. ദേ മേ കോസ് ഡിസീസസ്. കാനിബാലിസം, CANNIBALISM. Cannibalism means eating the flesh of member of one species. മാംസം അതേപോലെ കടിച്ചു തിന്നുക എന്നുള്ളതാണ്. Though rare it is, especially insects, and causes of extreme stress and starvation. There are certain tribals of Cannibals in African forest who eat human flesh. പച്ച മാംസം അരിഞ്ഞ് കഴിക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ കാലിബാനിസം. മീൻസ് ഈറ്റിംഗ് ഫ്ലഷ് ഓൺ മെമ്പർ ഓഫ് വൺ സ്പീഷീസ് ആണ്. അപ്പോൾ അത്തരം തരം ചില ജീവികൾ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്കാവഞ്ചേഴ്സ്, ഡെറ്റോറിവസ്, പാരസൈറ്റ്സ്, കാലിബാനിസം.
ഇത് എന്തിൽ പെടുന്നതല്ല, ഡീകമ്പോസിൽ പെടുന്നതല്ല എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിൽ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം.